ബ്രെഡും പീനട്ട് ബട്ടറും എന്റെ ബോഡിയിൽ എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കും നോക്കാം. ബ്രെഡും പീനട്ട് ബട്ടറും ഒരു ക്ലാസിക് കോമ്പിനേഷൻ ആണ്. മിക്ക ആൾക്കാരുടെയും ഒരു സ്നാക്കിംഗ് ഓപ്ഷൻ ആണ് ബ്രെഡും പീനട്ട് എന്ന് പറയുന്ന കോമ്പിനേഷൻ. പീനട്ട് ബട്ടറിൽ മെയിൻ ആയിട്ട് സോൾട്ട്, ഷുഗർ, പീനട്ട്, അതിന് കൂടെ ഓയിലാണ് ഉള്ളത്. ബ്രെഡും പീനട്ട് ബട്ടറും കോമ്പിനേഷനിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. അത് ബ്രെഡും ജാമും പോലെയല്ല. അത് 100 ഗ്രാം പീനട്ട് ബട്ടർ എടുക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു 25 ഗ്രാം കാർബോഹൈഡ്രേറ്റും 25 ഗ്രാം പ്രോട്ടീനും 50 ഗ്രാമോളം ഫാറ്റും ഉണ്ടാവും. ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലൈസ് ബ്രൗൺ ബ്രെഡും അതിന്റെ കൂടെ പീനട്ട് ബട്ടറും ആണ്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഈ ബ്രൗൺ ബ്രെഡ് സ്ലൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 30 ഗ്രാം വരും. അതിന് കൂടെ തന്നെ ഒരു 30 ഗ്രാമോളം വരുന്ന പീനട്ട് ബട്ടർ ഞാൻ യൂസ് ചെയ്യാണ്. ഇത് കഴിച്ചതിന് ശേഷം എന്റെ ബോഡിയിൽ എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കി എന്നുള്ളത് ഈ CGM സെൻസർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പീനട്ട് ബട്ടർ കഴിക്കുന്നതിന് മുന്നേ എന്റെ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് 77 ആയിരുന്നു. പീനട്ട് ബട്ടർ കഴിച്ചതിന് ശേഷം എന്റെ ഗ്ലൂക്കോസ് റീഡിംഗ് പോയത് ഇങ്ങനെ ആയിരുന്നു. അതിന്റെ പീക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 135 വരെ പോയിട്ടുണ്ടായിരുന്നു. മോഡറേറ്റ് ക്വാണ്ടിറ്റിയിൽ പീനട്ട് ബട്ടറും ബ്രെഡും കഴിക്കുന്നത് ഒരു ക്വിക്ക് എനർജി സോഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാര്യം ഇതിൽ ഫാറ്റും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ അടുത്ത ഫുഡ് ഞാൻ ട്രൈ ചെയ്യണം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക.